ശ്രീ ടി പി ജയചന്ദ്രൻ, ഇവിടെ സി കെ ഷാക്കിർ പറഞ്ഞ കാര്യം ഈ ഭീകരവാദികളെ പിടികൂടാത്തതാണ്, അത് ആശങ്കയുണ്ടാക്കുന്നു എന്നാണ്. നോക്കൂ, രാജ്യം ഇന്നത് നിർണായകമായ ഒരു മുഹൂർത്തത്തിലൂടെ കടന്നു പോവുകയാണ്. രാജ്യത്ത് പണ്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, ഇന്ത്യയിൽ മാത്രമല്ല, ഭരണകൂടത്തിന്റെ കൂടെ നിന്ന് സങ്കീർണതകൾ പിൻവലിച്ചതിന് ശേഷം, പരിഹരിച്ചതിന് ശേഷം ഇത്തരം രാഷ്ട്രീയ ചർച്ചകൾ നടത്തുകയാണ് ലോകത്തെവിടെയായാലും പതിവുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. പണ്ടും പാകിസ്ഥാനുമായി ഇന്ത്യക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഓർക്കുന്നു, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് അന്തരിച്ചു പോയ അടൽ ബിഹാരി വാജ്പേയി ഇന്ദിരാഗാന്ധിക്ക് ഊർജം പകരുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ദുർഗയായി മാറണം ഇന്ദിരാഗാന്ധി എന്ന് പറയുകയും രാജ്യം അതിൻ്റെ കൂടെ ഒത്തുചേർന്ന് നിൽക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കേരളത്തിലും ഇന്ത്യയിലും നമ്മളിപ്പോൾ കാണുന്നത്, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ എത്തിയോ എന്ന് ചില പ്രതികരണങ്ങളെങ്കിലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നോക്കൂ, ഇന്നലെ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിനെ കാസർഗോഡ്, അദ്ദേഹത്തിന്റെ പേര് ബഷീർ എന്നാണ്, കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു പൊതുസമൂഹത്തിന് സ്വീകാര്യമായ രൂപത്തിലല്ല എന്ന് വ്യക്തമായി തെളിയിക്കുകയാണ്. എല്ലാവരും അങ്ങനെയാണ് എന്ന് ഞാൻ ആക്ഷേപിക്കുന്നില്ല. പക്ഷെ ഒരുപറ്റം ആളുകളെങ്കിലും ചോറ് ഇവിടെയും കൂറ് മറ്റെവിടെയും ഒക്കെ ആണോ എന്ന തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നോക്കൂ, പക്ഷെ അതിൽ ഒരു കാര്യത്തിൽ സമ്മതിക്കാമല്ലേ ശ്രീ ടി പി ജയചന്ദ്രൻ, സുരക്ഷയുടെ കാര്യത്തിലല്ലേ, ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്, അങ്ങനെ അന്വേഷണം നടത്താമെന്നുള്ള കാര്യം അല്ലേ? അല്ല, അത് മാത്രമല്ല മഞ്ജുഷ ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, ഈ ഗവൺമെന്റിന്റെ നയങ്ങളോട് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി പൂർണ്ണമായി പിന്തുണച്ചിരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹം ഇന്ന് നമ്മളിപ്പോ ചർച്ച ചെയ്തിരിക്കുന്ന സിന്ധു ജലകരാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? ജമ്മു കാശ്മീരിനോടും ഇന്ത്യയോടും അനീതിയാണ് കാണിച്ചത്. ആരാണ് ഈ കരാർ ഉണ്ടാക്കിയത് എന്ന ചിന്തയിലേക്കൊന്നും ഞാൻ ഈ സമയത്തേക്ക് കൊണ്ടുപോകുന്നില്ല. കൃത്യമായിട്ട് അദ്ദേഹം പറയുകയാണ്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ ബഹളം വെക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം കഴിഞ്ഞ് പുറത്തു വന്നതിന് ശേഷം വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പുറത്തു പറഞ്ഞിട്ടുണ്ട്. എന്തുണ്ടായി, എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ ഞാൻ ചൂണ്ടിക്കാണി, ഞാൻ ഇത്തരം ഒരു മുഹൂർത്തത്തിൽ രാജ്യം ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് പരസ്പരം കുറ്റങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കാനുള്ള സമയമല്ല. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും കശ്മീരിലെ ജനതയുടെ ഭാഗത്തു നിന്നും വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു മഞ്ജുഷേ. പണ്ടൊക്കെ കശ്മീരില് പാക് പതാക ഉയർത്തുവാനും ഇന്ത്യൻ പതാക കത്തിക്കുവാനുമായിരുന്നു ആളുകൾ. പക്ഷെ ഇന്നുണ്ടായത് എന്താണ്? കശ്മീരിലെ യുവാക്കൾ, അവർക്ക് ജാതിയും മതവും ഒന്നുമില്ല, പാകിസ്ഥാന്റെ പതാക അവർ കത്തിക്കാൻ തയ്യാറായി. മാത്രമല്ല, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? ഇപ്പോ പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്ന യുദ്ധത്തിന്റെ വിറളി പൂണ്ട അവരുടെ പ്രതികരണം അസത്യജടിലമായ ആരോപണങ്ങൾ കൊണ്ട് സ്വയം അവർ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം മഞ്ജുഷേ, പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ പരിപൂർണമായി ഒറ്റപ്പെട്ടിരിക്കുന്നു. നിൽക്കക്കള്ളിയില്ലാതെ ആ രാജ്യം ഇന്ന് ചെയ്ത തെറ്റ് ലോകം മുഴുവൻ അല്പം ക്ഷമാപൂർവ്വം നമ്മൾ പെരുമാറിയതിന്റെ ഫലമായിട്ട് അവരുടെ ഒപ്പം നിന്നിരുന്ന അന്താരാഷ്ട്ര രാജ്യങ്ങൾ പോലും ആ രാജ്യത്തിന്റെ ഈ വൃത്തികെട്ട പ്രവർത്തനങ്ങളെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ, ഇവിടെ ചില ആളുകൾക്ക് മറ്റു പലതിലേക്കും പോകുമ്പോൾ അവരുടെ ഒന്നും ദേശസ്നേഹത്തെയോ അവരുടെ ഒന്നും രാഷ്ട്രീയത്തെയോ ഞാൻ സംശയിക്കുന്നില്ല. പക്ഷെ ചില ആളുകളുടെ മനസ്സിലെങ്കിലും മറ്റെന്തൊക്കെയോ ഉള്ളിലിരിപ്പുണ്ട്. വസന്തകമ്പള്ളി, അത് പാകിസ്ഥാന്റെ നാവായി മാറുന്നു എന്നാണ് ചിലരെങ്കിലും പാകിസ്ഥാന്റെ നാവായി